ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദേ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതും റവന്യൂ വേണം, അതൊരു വശം. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ വീഡിയോക്ക് ഒരു വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്യാനൊക്കെ കൊറേ പേരുണ്ട്. അത് തന്നെ, ആരെങ്കിലൊക്കെ ഉണ്ട് നമ്മളെ വെയിറ്റ് ചെയ്യുക, അതൊരു സന്തോഷം. അപ്പത്തേക്ക് നമ്മള് സ്കൂളിലെ രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ നല്ല എയിമായിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഫോൺ കോൾ വന്നത്. അപ്പോൾ അവിടെ കട്ടായി. പിന്നെ ദേ നമ്മൾ രാവിലെ എഴുതി ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ണാനുള്ള പാത്രങ്ങളൊക്കെ രാത്രി കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദേ അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ആരുണ്ട്? നമ്മുടെ അതിനായിട്ട് ആരും തന്നെ എഴുതിച്ചു വന്ന് ഷർട്ട് ഇടാണ്ട് നല്ല കുട്ടിയായിട്ട് അരി കഴുകുന്നത് ഷർട്ട് ഇടാത്ത അനിയേട്ടൻ അരി കഴുകുന്നുണ്ട്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ തരക്കില്ലാത്തൊരു ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അതിനായിട്ടുള്ള അകത്ത് പോയി ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ട് പോകാം. അപ്പോഴേക്കും ഞാൻ എന്നോട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവേട്ടൻ അങ്ങോട്ട് അടുക്കളയിൽ പോയിട്ടുണ്ട്. അപ്പം എന്താ പറയാൻ വന്നു, കുറേ ദിവസമായി വീഡിയോ ഇടാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ നല്ല ബിസിയാണ് കേട്ടോ. നല്ല ബിസി വെച്ചാൽ ഒരു 1.5 മാസത്തോളം ആയിട്ട് നമുക്കൊരു നേരം വീട്ടിലിരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും നേരമില്ല. ഓട്ടപ്പാച്ചിൽ തന്നെ ഓട്ടപ്പാച്ചിൽ, പട്ടി ചന്തയ്ക്ക് പോണ പോലത്തെ ഒരവസ്ഥ. ഊണുണ്ട് അതുമില്ല. അങ്ങനെ നമ്മളിത് ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചോറ് കൊണ്ടുപോട്ടെ. ഇനി ഏത് പ്രായത്തിൽ ഇവരൊക്കെ ചോറുണ്ണ എന്നും ദോശ ചപ്പന്തി ഇഡ്ഡലിയും. ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രായമായപ്പോൾ ചോറുണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു അവർക്ക് ചോറുണ്ട് വളർത്തേന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് ചോറാണ്. അപ്പം ഇന്ന് കൊടുക്കൽ ഫുഡ് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ചോറാണ് കേട്ടോ വേണ്ടത് സ്കൂളിലേക്ക്. അപ്പോൾ ചോറിൻ്റെ ഒപ്പം എന്ത് കറി വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് പരിപ്പും ചീരയും കുത്തി കഴിച്ചതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരുടെ മെയിനാണ് പരിപ്പ് കുത്തി. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ചീരയും മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ട് കുത്തി കഴിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇന്ന് കൊടുക്കുന്നത് വേണ്ടത്. പിന്നെ അച്ചുരി ചീര ഉപ്പേരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഉപ്പേരി ചീരയുടെ ഉപ്പേരിക്കും പരിപ്പ് കുത്തി വെച്ചാൽ കുറച്ച് വേണ്ടോ എന്താ വെച്ചാൽ കുറച്ച് ചോറ് ഒരു നേരത്തേക്കൊക്കെ വേണ്ടോ അല്ലേ കേട്ടാ. ആർക്ക് കുഞ്ഞിന് ചോറ് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അങ്ങനെയല്ല പാടില്ല, എന്ത് ചെയ്യും. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടികൾക്ക് നോക്കാനായിട്ടാ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ മെയിൻ കറിയാണ് പരിപ്പ് കുത്തി കാച്ചിയത്. അപ്പം അതിനൊപ്പം ഇന്ന് ചീരയുടെ ഇല കൊണ്ട് ഇട്ടിട്ടാണ് കാച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ വയറ് നിറയെ നല്ല ഫെസ്റ്റിവാലിറ്റി പരിപ്പും മുരിങ്ങയുടെ ഇലയോ ചീരയുടെ ഇലയോ അരിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി കഴിച്ചാണ്ടല്ലോ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു പറ ചോറുണ്ടാവും. പാലക്ക് പക്ഷെ കുത്തി കാച്ചാൽ നല്ലത് ചീരയുടെ ഇല മുരിങ്ങയുടെ ഇല കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ പരിപ്പ് കറി വെക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി എന്താ നമ്മൾ ഇന്നലെ വെച്ച് ചീരുപ്പേരിയാണ്. ചീരുപ്പേരി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുക്കറിൽ പരിപ്പൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ മുടിയൊക്കെ ശരിയാക്കുന്നുണ്ട്, മാക്സിയൊക്കെ ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ മാക്സികളാണ്. അപ്പോൾ കഴുത്ത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകും. നമ്മൾ നല്ല തടിയുള്ള സമയത്തുള്ള മാക്സി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ഉണ്ണോളം ഉണ്ടാക്കാൻ പോയാൽ പിന്നെ വരുമ്പോൾ ഇഡ്ഡലി കഴിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ കുണുക്കനെ കുണിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കില്ല. കുഞ്ഞിനും അച്ഛനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, കുഞ്ഞിന് ഒരു ഫുഡും പറ്റണില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറിനൊരു സുഖമില്ല, ഛർദ്ദിക്കാൻ വരിക, തലക്കറക്കം, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാരണമാണ് കുഞ്ഞ് എപ്പോഴും കിടപ്പാണ്. തീരെ വയ്യ, തീരെ വയ്യ. കിടക്കുന്നുണ്ട് നമുക്ക് തന്നെ സങ്കടം. നമ്മൾ പറഞ്ഞു വല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ട്രിപ്പോ കാര്യങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പർക്ക് തീരെ വയ്യ, അനങ്ങാൻ വയ്യായിട്ട് കിടപ്പാണ്, വെള്ളം പോലും കുടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അരിയൊക്കെ തിളച്ചു, അതൊക്കെ ഇറക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ പരിപ്പൊക്കെ വെന്തു കിട്ടാം. പരിപ്പ് വെന്തിരിക്കും. നമ്മൾ ഇതേ കയ്യിലോണ്ടൊന്ന് പരിപ്പ് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് തലേദിവസം നന്നായി കഴുകി അരിഞ്ഞു വെച്ച പരിപ്പ് ചീരയുടെ അരിയാണ് കേട്ടോ. അത് 2 പിടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ആ വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. 2 തലയൊക്കെ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചീരയുടെ ഇലയൊക്കെ വേവും.
അങ്ങനെ നമ്മളത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയാണ്. ഇത് രണ്ടും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിത് കുത്തി കാച്ചിയാണ് കേട്ടോ. വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ മകനെ. അങ്ങനെ നമ്മളിത് പരിപ്പൊക്കെ ചീരൊക്കെ വെന്തപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുക്കി ചുവന്നുള്ളി മാത്രം, വെളുത്തുള്ളിയിൽ ചുവന്നുള്ളി ചതച്ചിട്ടു, കറിവേപ്പിലിട്ടു, കുത്തിയ മുളകിട്ടു. ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുളകും പൊടി ഇട്ടു, നമ്മുടെ എരിവിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ തൃശ്ശൂർക്കാരെ പരിപ്പ് കുത്തി റെഡി. അപ്പം ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് നാളികേരം അരച്ചിട്ടും ഉണ്ടാക്കും, ഇത് 2-3 തരത്തിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ചെയ്യുകയാണെങ്കിൽ എന്താന്ന് വെക്കും, എൻ്റെ കയ്യിൽ എന്തോ കഷ്ണം നന്നാക്കണാനും എന്നിട്ട് തൈറോയിഡിൻ്റെ ഗുളിക തന്നാട്ടോ പല്ല് വെച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിച്ചു. വെള്ളം 2-3 വായ കുടിച്ചു. ഞാൻ കുടിക്കുന്ന ശീലമില്ലാത്ത ആളാണ്, പക്ഷെ വെള്ളം കൂടി ഇല്ലാത്ത കാരണം വെള്ളം കിട്ടുമ്പോൾ എന്നിട്ട് കൊടുത്ത് 2-3 വായ കുടിക്കട്ടോ. അങ്ങനെ നമ്മുടെ ചീര നമ്മൾ രാവിലെ ഉണ്ണോളം സ്കൂൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് നമുക്കൊരു മരണ വാർത്ത കേട്ടത് കേട്ടോ. വേറെ ഒന്നല്ല, എടുത്തിട്ട് അമ്മ മരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മ ആസ്പത്രിയും കാര്യങ്ങളൊക്കെ ഇനിയായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ നമ്മൾ പോയി കണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഓരോ അമ്മമാർ പോകുമ്പോൾ ഓരോ വിഷമം, അമ്മയില്ലാത്ത വിഷമം നമുക്കറിയാമല്ലോ. ഇപ്പോൾ എടുത്തിട്ട് അമ്മയിൽ കുറച്ചാളായിട്ടേ എടുത്തിട്ട് അവിടെ അച്ഛനും അമ്മയും എടുക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ എടുത്തിട്ട് അമ്മ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇന്ന് ആ ഓഴസാരി എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടൊരു വരവുണ്ട് അല്ലേ. അടി ഒരു വരവുണ്ട് ഇങ്ങനെ. ആ ഓഴസാരി കൊടുത്തിട്ട് ഓഴസാരി കൊടുക്കുക കേട്ടോ അമ്മ. അപ്പോൾ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ ഓർമ്മയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓഴസാരി കൊടുത്തിട്ട് വീട്ടിൽ നിൽക്കുക. അപ്പോൾ ആ അമ്മയ്ക്ക് അമ്മയുടെ സെലക്ഷൻ ഉണ്ട്. ആരെടുത്ത് കൊടുത്താലൊന്നും ഇഷ്ടമില്ല, അമ്മയ്ക്ക് എന്നെ എടുക്കണം. അങ്ങനെയുള്ളൊരു അമ്മയാണ്. ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, എല്ലാതും കാണും കേൾക്കൊക്കെ വേണം. ഇപ്പോൾ എത്ര ദിവസം എൻ്റെ അമ്മയ്ക്ക് കഴിയാനായിട്ട്? 1 മാസം അല്ലേ? 1 മാസം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യായിക തുടങ്ങിയിട്ടാ. അപ്പോൾ പമ്പിങ്, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവ് കഴിയണം. പ്രായം ഒരുപാടൊന്നും ഇല്ല കേട്ടോ അമ്മയ്ക്ക്. എന്നാലും നമ്മളായാലും അമ്മ തന്നെ വിളിക്കുക കേട്ടോ. എടുത്തിട്ട് അമ്മമാരെ, എടുത്തിട്ട് അമ്മേനെയും അമ്മ തന്നെ വിളിക്കുക. അമ്മ എന്നുള്ള സ്ഥാനമുള്ളവരൊക്കെ നമ്മൾ അമ്മ തന്നെയാണ് വിളിക്കുക. അതിപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്കങ്ങനെ ഒരാളെ അമ്മ എന്ന് വിളിക്കാനുള്ളപ്പോൾ ഓരോരുത്തരങ്ങനെ. ഇപ്പോൾ എൻ്റെ അമ്മ പോയി, എൻ്റെ ശേഷം എൻ്റെ അമ്മ ഇങ്ങനെ അമ്മമാരൊക്കെ അമ്മ എന്ന് വിളിക്കപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു അമ്മയും പോയി. ആലോചിക്കുമ്പോൾ ഒരു വിഷമം നമുക്ക് മനസ്സിൽ. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഫുഡ് അല്ലേ, കുഞ്ഞു കുട്ടികളുള്ള എന്തിയാ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. കുഞ്ഞു കുട്ടികളുള്ള എന്ത് മന്തിയാണ് ഇഷ്ടം, അൽഫാമാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാ, അൽഫാമ, മന്തി, മാഗിയൊക്കെയാണ് ഇഷ്ടം. ഒരു അമ്മ കുട്ടിക്കാലൊക്കെ ബോംബെയിലായിരുന്നു. നമ്മുടെ അച്ഛൻ്റെ ജോലി കാര്യങ്ങളൊക്കെ അങ്ങനെ. അയ്യോ, എന്നാലും നമ്മുടെ പണിയുള്ള നടക്കണം. നമുക്ക് കുഞ്ഞോട് സ്കൂളിൽ പറഞ്ഞേക്കണം, കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ കുണുക്കൻ ചോദിച്ച ഇന്നത്തെ കറി കേട്ടോ. ഇതിനൊരു ഉണക്കമീൻ വറുത്ത് കൂട്ടി ചോറിനാണെങ്കിൽ ഈ ഒരു കറി മാത്രം അതിന് പുറമെ മറ്റുള്ള സ്ഥലത്ത് ഈ ഒരു കറി ഉണ്ടോ എന്ന് കേരളം നമ്മുടെ തൃശ്ശൂർ അതിനെ വീട്ടുണ്ടായിരുന്നത്. അത് അരച്ചിട്ട് വെച്ചത് കുത്തി വെച്ചത് അങ്ങനെ അരച്ച് വെച്ചിരുന്നുണ്ട് നാളികേരം. അതും എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ കുത്തി വെച്ചതാണ് ഉണ്ട് തോന്നുന്നു അല്ലേ. ഞാൻ വന്നതിൻ്റെ ശേഷമാണ് കുത്തിക്കാച്ചിൽ തുടങ്ങിയത്. ഞാൻ തൃശ്ശൂർക്കാരെ കുത്തിക്കാച്ചിൽ കൊടുക്കുന്നത്. കുട്ടി അത് പരിപ്പ് കുത്തി കഴിച്ച് പറഞ്ഞു കുട്ടികൾക്ക്. എൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് ഞാനെ വെച്ച് തുടങ്ങിയതാണ്. പിന്നെ എന്താ ഓർമ്മയില്ല ചേട്ടാ, പിന്നെ എന്താ ഓർമ്മയില്ല ചേട്ടാ എന്ന് പറഞ്ഞു. ചമ്മന്തി പൊടിക്കുന്നതൊക്കെ ഓർമ്മ. ആരമ്മ എന്നാലും നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം അമ്മ ഉണ്ടാക്കുന്ന കറി സ്പെഷ്യൽ എന്ത് ചെയ്യും? സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മ അങ്ങനെ അരച്ച് കറിക്കുന്ന പറഞ്ഞൊരു അല്ലേ, അത് ഉണ്ണി വരുമ്പോൾ തന്നിട്ടുണ്ട്. ഇല്ല, ഞങ്ങളോട് ഞാൻ വരുമ്പോൾ ഇല്ല. അത് ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും അമ്മ ചോറ് ഊറ്റിയത് പച്ചക്കറി എന്നാക്കി ഏരിയ അങ്ങനത്തെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൊക്കെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. ചമ്മന്തി ഉണ്ടാക്കും, ഇത് വേറെ ലെവല് ചമ്മന്തിയും. അതാ കയ്യിലിൻ്റെ മൂട് കൊണ്ട് ഇരുന്നിട്ട് ഞെരടിയിട്ട് ഇങ്ങനെ
ചീനമുളകും മുളകും പൊടിയും വെളിച്ചെണ്ണയും ചുവന്നുള്ളി പുളിയൊക്കെ വെച്ചിട്ട് ഇനി ഒരു വർഷം പോകണം പോട്ടെ. ഇനി ഇടലിട്ട് ഏ? ഒരു തട്ട് കൂടി ആയിക്കോട്ടെ. അറിയണില്ല. വേണ്ട. നമ്മളെന്താ കഴിക്കുന്നത്? നമുക്ക് ഇനി ഓരോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ ഒരു കറികളാ ചീരപ്പേരിയാ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കും. അല്ലെങ്കിൽ വാസേൻ്റെ ചായ ഒരു കത്തി എനിക്ക് ഇങ്ങനെയുള്ള വയസ്സായവരെല്ലാം പോണം കേട്ടോ. ഏഹ് വയസ്സായവരെല്ലാം പോണം. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലിട്ട് ശ്രദ്ധിക്കണം. അതല്ലേ. വയസ്സും കാര്യങ്ങളല്ല ഇപ്പോഴത്തെ മരണത്തിൻ്റെ കാരണം അറിയുന്നു. മനുഷ്യന്മാരുടെ ഭക്ഷണ ശൈലിയൊക്കെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെത്ര നമ്മുടെ ഭക്ഷണ ശൈലി എന്തൊക്കെ ചെയ്താലും ആ പണ്ടത്തെ കാലത്തെ ഭക്ഷണ ശൈലി ഇപ്പോൾ കണ്ടില്ലേ. ഇന്ന് എനിക്ക് നമ്മൾ തന്നെ ഓരോരുത്തർ പറഞ്ഞു നാളെ നെഗേഴ്സ് വറുത്ത് വേണം, ഫ്രൈഡ് ഇത് വേണം എന്ന് പണ്ടൊക്കെ എടുക്കണം. ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നെഗേഴ്സ് വറുത്ത് കേരളമൊന്നും ഉണ്ടായിരുന്നില്ല, വെക്കേഷനിലൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളൊക്കെ തുറന്ന ആദ്യം ചോദിക്കാതാ എനിക്കൊരു കുഴപ്പമില്ല, നല്ലൊരു ഗോതമ്പട അല്ലെങ്കിൽ ഗോതമ്പ് ചുരുട്ട ദോശയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ തിന്നണവരൊക്കെയല്ലേ. നാളെ തൊട്ട് അതൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വല്ല സ്നാക്സോ കാരണം പ്രിൻസിപ്പൾ പറഞ്ഞു ഫ്രൂട്ട്സോ പച്ചക്കറിയോ മതി കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് എന്നാണ്. പക്ഷെ അത് കഴിച്ചുകൊണ്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ മക്കളൊന്നും രാവിലെ പഴം പുഴുങ്ങിയത് കണ്ടുകൂടാ. പഴം വാട്ടിയിട്ട് കൊടുത്തേക്ക് നമ്മുടെ മക്കൾ കഴിക്കണം എന്ന് വെച്ചിട്ടില്ല നമ്മൾ കൊടുത്തേക്ക്. അവർക്ക് എന്താ വെച്ചാൽ മറ്റുള്ള സ്കൂളിലൊക്കെ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ 1 മണിക്കാണ് ഉച്ചത്തെ ഊണ്, ലഞ്ച് ബ്രേക്ക്. പക്ഷേ ഇവരുടെ സ്കൂളിൽ 1 മണിക്ക്, 1 മണി വരെ, 12:30 ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊക്കെ കുഞ്ഞിൻ്റെ സ്കൂളൊക്കെ 12:30 ഉച്ചയൂണ് 12:30. പക്ഷെ ഇവരുടെ സ്കൂളിൽ 4 മണിക്ക് വരുന്ന സ്കൂളിൽ അവിടെ 1 മണിക്ക് പോകും. ഞാൻ പഠിക്കുമ്പോൾ 3:30 വിട്ടിരുന്ന സ്കൂളിലൊക്കെ, അതായത് പേരാണ് സ്കൂളൊക്കെ 1 മണിക്ക് വരും. തൃശ്ശൂർ മോഡൽ കേസിലൊക്കെ 12:30 ആകുമ്പോഴൊക്കെ ഉച്ചയൂണ്. അങ്ങനെ നമ്മൾ ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചീരപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണോ അറിയില്ല. ഞാൻ ഒരു 5-8 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ട്, ചതക്കില്ല, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കറിവേപ്പില ഇടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇലക്കറി ഏകനം കറിവേപ്പില ഇടുന്നില്ല. അങ്ങനെ അതിലേക്ക് നമ്മളിത് ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടു. അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. ഒരുപാട് മൊരിയോ ഒന്നും വേണ്ട. ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുത്തിമുളക്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി അവിടെ ആവി വന്നു. അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുത്തിമുളകും കുറച്ച് മുളകും പൊടി കേട്ടോ. കുറച്ച് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട നമ്മളത് ആവശ്യത്തിനുള്ള നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഒരു തരി മുളകും പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള ഉപ്പേരിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പച്ചമുളകുണ്ട്, കുത്തിമുളകുണ്ട്, മുളകും പൊടി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ചീരയ്ക്ക് ഒരു പച്ച സ്മെല്ലുണ്ട്. അത് പോകണമെങ്കിൽ നന്നായി മസാല വേണം അല്ലേ. മറ്റുള്ള മസാലയാണ് നല്ല ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച മസാല. അങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു പിടി നാളികേരം ചെറുകിയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര, ഒരു കെട്ട് ചീര കൊണ്ട് നമുക്ക് പരിപ്പൂത്തി കഴിച്ചുണ്ടാക്കി നമുക്ക് എല്ലാവർക്കുള്ള ചീരപ്പേരി ഉണ്ടാക്കിയിട്ടാണ്. ഇനി ഈ ചീര നമ്മൾ ഈ ചീഞ്ചട്ടിയുടെ ഭംഗിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ 10-20 വർഷം പഴക്കമുള്ളൊരു ചീഞ്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചീനച്ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ നന്നായി മയങ്ങി വന്നാലാണ് അതിൽ നമുക്ക് ഉപ്പേരിയും കറി വെക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളത് നന്നായി ഇളക്കി വെച്ച് ഒന്ന് അമർത്തി കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടെ. ഇതാണ് നമ്മുടെ ചീരപ്പേരി. ഇനി നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ചീരപ്പേരി? നല്ല ചീരപ്പേരി. പിന്നെ തലേദിവസം വരുമ്പോൾ ഒരു 1/4 കിലോ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 70 രൂപയ്ക്ക്. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പില ഇട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെമ്മീനൊക്കെ ആകുമ്പോൾ ഉണ്ണുകൾക്ക് കഴിക്കാൻ സുഖമാണല്ലോ. സ്കൂൾ കൊണ്ടുപോകാൻ മുള്ളില്ല, ഒരുപാട് സ്മെല്ലല്ല അല്ലേ. ചെമ്മീൻ അതും കുഞ്ഞ് ചെമ്മീനാ അല്ലേ, നല്ല ചെമ്മീനാ. ഞങ്ങൾ കഴിച്ചു നോക്കിയില്ല. അച്ചുവിനും കുണുക്കനും കുണിക്കും. കുഞ്ഞിന് പിന്നെ മീനിൻ്റെ സ്മെല്ല് വേണ്ട, ഒന്നും വേണ്ട. അച്ചു ചെമ്മീൻ കറി വെച്ചാൽ കഴിക്കില്ല, വറുത്താൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചുവിനും കുണുക്കനും
കുണിക്കിക്കാണ് ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് കുറച്ച് നാളികേരം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി കണ്ട ഒരു പിടി കേട്ടോ. എന്ന് വെച്ചാൽ അതും കുണുക്കനും കുണിക്കിക്കും അച്ചുവിനും ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, കുഞ്ഞനും. അങ്ങനെ മാങ്ങ ചമ്മന്തിയായി, ചീരപ്പേരിയായി, ചേരി പരിപ്പ് കുത്തി കാച്ചിയതായി, പിന്നെന്താ ചെമ്മീൻ വറുത്തതായി, പിന്നെ ഇഡ്ഡലി, തക്കാളി ചമ്മന്തി, ചട്നി ഇട്ട രാവിലത്തെ പരിപാടി ഇതായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ലഞ്ച് ബോക്സ് ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉച്ചത്തെ ഫുഡ്. നല്ല ചോറും നല്ല ചീര ഉപ്പേരിയും. ഇതൊക്കെ എന്നാണ് മനസമാധാനത്തിലൊന്ന് കഴിക്കാൻ പറ്റിയ ശരിയാവും. നമ്മൾ ചെറുപ്പമാവല്ലല്ലോ ഉള്ളി, വയസ്സാവല്ല. അപ്പോൾ ഇനി പറ്റും എന്നുള്ളതൊക്കെ കണ്ട് അറിയേണ്ടി വരും. അങ്ങനെ ഞാൻ കുറച്ച് ചീരപ്പേരൊക്കെ ഇട്ടു, പിന്നെ കുറച്ച് മാങ്ങ ചമ്മന്തി ഇട്ടു. ആഹാ, വേറെ ഒന്നും വേണ്ട സത്യം പറഞ്ഞിട്ട്. ആ ചെമ്മീൻ വറുത്തത് മാത്രമാണ് ഈ ചോറിനല്ലേ. പിന്നെ നമ്മൾ പരിപ്പ് കുത്തി കാച്ചിയതും കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഉണ്ണയുടെ സ്കൂളത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് കണ്ടാ. പക്ഷെ എന്താ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? സത്യമായിട്ട് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ. എനിക്ക് കഴിക്കാൻ തോന്നുന്നു, വായിലൊക്കെ വെള്ളം വരിക. നോക്കി, നല്ല വിശപ്പുണ്ട്. ഇത് ചോറും നല്ല തിന്നിട്ടില്ല. കളർഫുള്ള് നോക്ക്, പച്ച, മഞ്ഞ, ഓറഞ്ച്, നല്ല ബ്രൗൺ, നല്ല രസം കാണാൻ. അത് ഈ പാത്രവും നല്ല പാത്രമായിട്ടോ. ഉണ്ണികൾക്കൊക്കെ ചോറിന് സുഖം, അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കയ്യൊക്കെ പിന്നെ കൈ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. സ്പേസ് ഉണ്ട് അതിലേക്ക്, അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊള്ളുന്നുണ്ട്. കാണുമ്പോൾ ചെറുതാനും പിന്നെ ഞാൻ കുറേശ്ശെ ആക്കണല്ലോ കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്സിന് ഇന്നാക്കുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിട്ട്, ചിക്കൻ പോപ്കോൺ ഇന്നലെ കൊണ്ടെങ്കിൽ അവർ കഴിക്കാൻ കിട്ടിയില്ല. ഇന്നിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ പോപ്കോണും പിന്നെ എന്തിട്ടായിരുന്നു, ആപ്പിളും, ആപ്പിളും പിന്നെ അതിനെന്താ പറയാ, എന്താ പറയാ, റംബൂട്ട്. റംബൂട്ടാൻ. ആ. അപ്പോൾ കുണിക്കാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ആൾ കേട്ടോ, പിറ്റേ ദിവസത്തേക്ക് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ കുണിക്കിയുടെ സെലക്ഷനാണ്. നമ്മൾ റംബൂട്ടൻ ഞാൻ ഒരു 1/2 കിലോ മേടിച്ചു കൊടുത്തു. റംബൂട്ടനൊന്നും മേടിക്കാൻ എളുപ്പമില്ല കേട്ടോ, ഭയങ്കര വിലയാണ്. 350 രൂപ കിലോ. 350 രൂപ 1 കിലോന്. അപ്പോൾ പിന്നെ ആപ്പിൾ പിന്നെ അച്ചു പുറത്ത് വരുമ്പോൾ കുഞ്ഞിന് കഴിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിന് ഒരു പകുതി ഒരു ആപ്പിൾ എടുത്തിട്ട് അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുണിക്കിൻ്റെയും ലഞ്ചും സ്നാക്സ് ബോക്സും സെറ്റ്. അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന സാധനങ്ങളാണ് അല്ലേ. അങ്ങനെ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ബാഗിലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബാഗ് ഭയങ്കര വലിപ്പാട്ടോ. സത്യത്തിൽ ഞങ്ങൾ ആ വലിപ്പം നോക്കി മേടിച്ചതാണ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുത്തി തിരികെ ആക്കുമ്പോഴേ സിബ് കംപ്ലൈൻറ്റ് വരിക. സിബ് അത് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് നാശമാകും. ഇത് എത്ര നാൾ പോകുന്നറിയാം, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ആ പാത്രം ടവലുകൊണ്ട് കെട്ടാൻ തോന്നിയില്ല, അത്രയും ഭംഗിയുണ്ട്, കളർഫുള്ളായിട്ട് ഇരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് കാണാൻ വലിച്ച് നടക്കാൻ കൊണിക്കാണ് കുറച്ച് എന്നാലും കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പ് സ്റ്റെപ്പ് കാരണം ഫസ്റ്റ് ഫ്ലോറിലാണ് ഒരു ക്ലാസ്. അപ്പോൾ ഈ ചോറ്റുപാത്രം കഴിഞ്ഞതിനെ കെട്ടിയിട്ടാണ് കൊടുത്തേച്ചത്. പക്ഷേ ഈ പ്രാവശ്യം കെട്ടാൻ തോന്നുന്നത് നല്ല ഭംഗി, പാത്രവും ആ ബാഗും ഒക്കെ കാണുക ഇല്ലേ. നിങ്ങൾ നോക്കിക്കേ, നല്ല രസമല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വിരിച്ചിട്ട് അതിൽ പാത്രം വെക്കുക. ടവല് ഞാൻ മടക്കിയിട്ട് അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണോട് ഊണ് കഴിക്കുന്നതിന് മുന്നേ ടവല് വിരിക്കുക, എന്നിട്ട് ചോറ്റുപാത്രം എടുത്ത് അതിൽ വെച്ചോട്ടാണ്. അപ്പോൾ അവരങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കണ ഏരിയ ക്ലാസ് റൂം അല്ല, തോന്നുന്നു വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. കുണിക്ക് പറഞ്ഞത് കുണിക്കൻ ഭക്ഷണം കഴിക്കണതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുണിക്കനെ കുളിപ്പിച്ചു, കുണിക്കീനെ കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ തേച്ചു, അവരതൊക്കെ ഇടിയിച്ചു, വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി അവർക്ക് ചന്ദനം തൊട്ട് കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കുളി കഴിഞ്ഞ് അച്ഛനും മക്കളും സത്യം പറഞ്ഞാൽ കുളിക്കാന്ന് പറയണത് തന്നെ പേടിയാട്ടോ. നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും നല്ല നീറ്റായി വൃത്തിയിരിക്കണം ആഗ്രഹിക്കണോണ്ടാണ് നമ്മൾ മക്കളോട് മുന്നേ അവരെ കുളിക്കുന്നത്. ചിലപ്പോൾ ചില നേരങ്ങൾ അതൊക്കെ അവർ നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെ തോന്നും, അവരെ പേടിപ്പിക്കണ പോലെ തോന്നും. അപ്പോൾ എന്താണെന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് മക്കളെ നോക്കാൻ എനിക്ക് പേടിയാണ്. മക്കളോട് എന്തെങ്കിലും പറയാൻ പേടി, എന്താ വെച്ചാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ തന്നെ കേട്ടോ. എന്തായാലും വരുന്നതൊക്കെ അനുഭവിക്കാം. ഒരാളോട് മിണ്ടി കഴിഞ്ഞാൽ അടുത്താളോട് അമ്മയ്ക്ക് അവളോടാ കൂടുതൽ സ്നേഹം, മറ്റാൾ പറയാം അമ്മയ്ക്ക് ഇവരോടാ കൂടുതൽ സ്നേഹം, മറ്റൊരു ഉണ്ണിയോടുണ്ടായപ്പോൾ അമ്മയ്ക്ക് ഉണ്ണിയോടാ കൂടുതൽ സ്നേഹം. എന്തൊക്കെ കേൾക്കണം. പക്ഷെ ഇതൊക്കെ ഒരു അമ്മയാവുമ്പോൾ മാത്രം അറിയണ കാര്യമാണ്. എനിക്ക് എൻ്റെ 4 മക്കൾ ഈ നിമിഷം വരെ ഒരുപോലെയാണ്. അവരെന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നൊന്നും ഞങ്ങൾ, പക്ഷെ എൻ്റെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം, അത് 4 ആൾക്ക് ഒരേ സ്ഥാനം. എന്താ വെച്ചാൽ ഞാൻ അവരെ പ്രസവിച്ചത് ഞാൻ തന്നെ ഇല്ലേ. അവരച്ഛനും അനുവേട്ടനാണ്, അല്ലാണ്ട് എനിക്ക് ഇഷ്ടം കാമുകനിലുണ്ടായ മക്കളോ അങ്ങനെയൊന്നുമല്ല. ഒരച്ഛനും ഒരു അമ്മയുടെ മക്കൾ, അത് എനിക്ക് എൻ്റെ മനസ്സിൽ അവർക്ക് ഒരേ സ്ഥാനം തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
നാലാളും ദൈവം സഹായിച്ച് പ്രസവം തന്നെ സിസേറിയനൊന്നും ആ അല്ല. ഇനിയിപ്പോ വേറെ തരത്തിൽ വേദന അതൊന്നുമില്ല, ഒരേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇത് ഇന്നത്തെ ഫുഡാണ് കേട്ടോ. അപ്പൊ ഇന്നലത്തെയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇന്നേക്ക് രാവിലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ രാത്രി വന്ന് ചോറുണ്ട് കിടക്കുമ്പോൾ ഒരു 12:30 ആയിട്ട് രാത്രി ഷോപ്പിലെ വർക്കിന്റെ അവിടെ പോയിട്ട് വന്ന് എന്താ പറയാ വീട്ടിലെ പണിയോടും ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ 12:30 ആയിട്ട്. അപ്പൊ രാവിലെ എനിക്ക് കുറച്ച് വൈകി അപ്പൊ ചടപടാന്നുള്ള പരിപാടിയാണ്. ആൾക്കാര് വിചാരിക്കുന്ന ഇവര് എന്തൊട്ട് ഷോപ്പാണ് നമ്മള് ചെറിയൊരു പെട്ടിപ്പിടിയാ, ഈശ്വരാ. പക്ഷെ പണി കഴിയണ്ട, പണിക്കാരെ കിട്ടണ്ടേ. അങ്ങനെ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചോറും വെണ്ടയ്ക്ക റോസ്റ്റും സോസേജ് വറുത്തതും നല്ല നാളികേര ചമ്മന്തിയും നല്ല പുളിശ്ശേരി കേട്ടോ, നല്ല കട്ടിയുള്ള പുളിശ്ശേരി. ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് കേട്ടോ. ഇങ്ങനെയുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സിന്റെ വീഡിയോ എടുക്കാൻ വന്നു, നല്ല പാൻ കേക്കും ഓറഞ്ചും പിന്നെ റംബൂട്ടനും. റംബൂട്ടാൻ. ഇതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ട്ടോ. പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതായിരുന്നു, ചേച്ചി ജോർജറ്റിന്റെ മെറ്റീരിയൽ ചുരിദാറിന്റെ കളറുകൾ കാണിക്കൂ കാണിക്കൂ എന്നിട്ടാ. സത്യം പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടോ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഭംഗിയായി എന്ന് വരില്ല, നമ്മൾ സാധാരണക്കാരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോലും സാധാരണ രൂപവും നമ്മൾ ഓരോരുത്തരൊക്കെ വന്നിട്ട് എൻ്റെ ഭംഗിയിൽ വീഡിയോ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ എന്നോട് പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഈ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞ് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എത്തി വന്നിട്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് സ്വന്തമായിട്ട് വീഡിയോ എടുക്കണം, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യണം, ഒരാൾ പോലും വീഡിയോ എടുത്ത് തരില്ല. അപ്പോൾ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ വലിയ കച്ചവടക്കാരൊന്നുമില്ല, സാധാ ചെറിയ കച്ചവടക്കാർ. എന്തായാലും ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ഈ ചെറിയ കച്ചവടത്തിൽ നിന്ന് എനിക്ക് വലിയ നിലയിലേക്ക് എത്തണമെന്ന് ഇപ്പം ആഗ്രഹങ്ങൾ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ പറയട്ടോ, എനിക്ക് എൻ്റെ കുഞ്ഞു മക്കളെ പഠിപ്പിച്ചാൽ മതി, ചെറിയ നിലക്ക് മതി. പക്ഷെ ഇപ്പം എനിക്ക് ഒരു വാശിയാണ്, നമുക്ക് വിജയിക്കണം, നമുക്ക് ജയിക്കണം. അല്ലേ കേട്ടാ? അതെ. സാധിക്കുമെന്ന് അറിയില്ല. സാധിക്കുമെന്നല്ല, പക്ഷെ നമുക്ക് ആഗ്രഹിക്കാലോ. അങ്ങനെ ഈ നല്ല നല്ല കളറുള്ള ചുരിദാറായിട്ട് ഞാൻ ഗ്യാരണ്ടി പറയാം. നമ്മൾ തടിയുള്ളവർക്കുണ്ടല്ലോ, ഇതുകൊണ്ട് ചുരിദാർ അടിച്ചിട്ട് ഭയങ്കര ഒതുക്കമായിരിക്കും, ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ട് രാത്രി വരുന്നതായിരിക്കും ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. ഈ ഒരു തുണിയുടെ പ്രത്യേകത കേട്ടോ. അത് നമ്മൾ ചില ഡ്രസ്സ് ഒരു പ്രാവശ്യം ഇടുമ്പോൾ പിന്നത്തെ പ്രാവശ്യം ഇടുമ്പോൾ ഭംഗിയില്ല, പക്ഷെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ എപ്പോൾ ഇട്ടാലും ഭംഗി. എൻ്റെ അഭിപ്രായം എന്താ? നല്ല സൂപ്പറാണ് അത്. അതിനോട് ഭയങ്കര ഭയങ്കര ഇഷ്ടാട്ടാ ഇഷ്ടം. ഞാൻ ഈ ജോർജിന്റെ മെറ്റീരിയൽ ചുരിദാറുള്ളത്. അതിനോട് ഞാൻ മാത്രം പറയാം ഇഷ്ടം അതിനേട്ടൻ പറ. നല്ല രസമുണ്ട്, വെറുതെ പറയല്ല, സത്യം അടിപൊളി. പറഞ്ഞാൽ ഞാൻ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഒരു സ്വന്തം മെഷീനടി അറിയണ ഒരാളാണെങ്കിൽ രാത്രി ഇവിടെ ഉറങ്ങി അതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇടിച്ച് അടിച്ചിട്ട് രാവിലെ ഒരു കാണുള്ളൂ. എനിക്ക് ആ പച്ചയും ബ്ലാക്കും ഒക്കെ ഇഷ്ടമായി, പക്ഷെ നമ്മളത് റിയൽ ഇടുമ്പോഴേക്ക് ഈ മഞ്ഞ കഴിഞ്ഞു, ആ പച്ചയും ബ്ലാക്കും കഴിഞ്ഞു. ഇത് മഞ്ഞൊക്കെ എന്തൊരു ഭംഗിയുള്ള മഞ്ഞന്ന് പറയാം. ചിലര് മഞ്ഞ ചോദിച്ചിട്ട് മമ്മിക്ക് നല്ല വിഷമം. പഴങ്കൽ ഭയങ്കര രസമുണ്ട്. മസ്റ്റേഡ് യെല്ലോ കേട്ടോ. യോ എനിക്ക് മഞ്ഞ കണ്ട വേറൊരു വികാരം. നമ്മൾ മഞ്ഞ ഈ ജോർജറ്റിന്റെ മെറ്റീരിയൽ ഇട്ട് പുറത്തേക്ക് പോയി നോക്കും, എപ്പോഴും നമ്മുടെ ഫേസ് ഫ്രഷ്നെസ് ആയിരിക്കും. ഞാൻ നാളെ ഈ കളറിലുള്ള ചുരിദാറിട്ട് പോയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, എന്തൊരു ഭംഗി ഈ ഒരു മഞ്ഞ കാണാൻ, എന്തൊരു രസമാന്ന് പറഞ്ഞോട്ടാ. സത്യം അത്രയും ഭംഗിയായിട്ട്. ഇതുണ്ടെങ്കിൽ നല്ലൊരു വൈൻ കളറാട്ടോ, നല്ല ഡാർക്ക് മുന്തിരി കളർ, നല്ല മെറൂണാ മുന്തിരി കളർ. അങ്ങനെ അങ്ങനെ നല്ല കരിനില, നല്ല കരിനില വെച്ചാൽ നല്ല ഡാർക്ക് കരിനിലല്ല, അതിനോട് ബ്ലാക്കാന്ന് കരിനീല കണ്ടിട്ട്. ഉം. അത്രയും നല്ല ഡാർക്ക് കരിനീല കേട്ടോ. ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത ചെയ്താൽ നമുക്ക് എത്ര യൂസ് ചെയ്താലും കംപ്ലൈന്റ് ഇല്ലാത്തൊരു തുണി കേട്ടോ. ജോർജറ്റ് അത്രയും കൂടുതൽ ഏറ്റവും ആദ്യം എടുക്കുന്ന ഒരു 3 വർഷം മുന്നേ അല്ലേ, അതെ. ഒരു 3-3.5 വർഷം മുന്നേ ഏറ്റവും ആദ്യം ഞാൻ എടുത്തതാണ് ഈ ജോർജറ്റിന്റെ മെറ്റീരിയൽ. ഇപ്പൊ എൻ്റെ ഒരു 5-8 ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത്രയും അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഷാള്. അങ്ങനെ നമ്മളിത് അടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭംഗിക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം, ഇത് നമ്മൾ അടിക്കാണ്ടാണ് ഇങ്ങനെ ശരീരത്തിൽ വെച്ചേക്കുമ്പോൾ എന്നിട്ട് അടക്കം നമ്മുടെ ഫിഗറിലേക്ക് നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ കാണാണ്ട് കേട്ടോ. നമ്മളൊരു ചുരിദാറിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെറുതെ വെച്ചേക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് നോക്കണത്. അല്ലാതെ നമുക്ക് ഇതൊക്കെ അടിക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി അല്ല, എളുപ്പമല്ല. അതെ. ആഗ്രഹമുണ്ട് ഇതൊക്കെ ഓരോ കളർ കാണുമ്പോൾ. ഇത് ഈ അടുത്ത് വരുന്ന ബ്ലാക്ക് ഉണ്ടല്ലോ, ഒരു ഒരു മാസം രക്ഷയില്ല. തിങ്കളാഴ്ച എന്തിനായിട്ടാണ് തിങ്കളാഴ്ച ഇത്? തിങ്കളാഴ്ച പച്ച, ചൊവ്വാഴ്ച മഞ്ഞ. സത്യം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടത് ഈ ഒരു അടുത്ത് വരുന്ന കളറുണ്ടോ, ഞാൻ വീഡിയോ ഇട്ടതൊക്കെ ഓർമ്മയുണ്ടോ, ചിലവിടെ ചിലവിടെ കഴിഞ്ഞു നല്ല കേട്ടോ. രസമുണ്ട്. നല്ല രസമുള്ളൊരു ബ്ലാക്കും. അത് എടുത്തവർക്ക് ഭാഗ്യമാണ്. എനിക്ക് അത്ര പറഞ്ഞു. ഞാൻ എന്നോട് ഒരെണ്ണം ചോദിച്ചു, എനിക്ക് മനസ്സ് തന്നില്ല. തീർച്ചയായിട്ടും അപ്പോഴേക്കും സമ്മതിച്ചു. തന്നെ അല്ല, ഓർഡർ ഏ വന്നാ പിന്നെ നമ്മൾ ഈ പറഞ്ഞ വരെ എന്താ ചട്ടി വെക്കണവരെ യോഗല്ലേ അല്ലേ? ഓട്ടച്ചട്ടിയിലെ ചേർച്ചയാക്കുന്നത്. അയ്യോ ഇതൊക്കെ ഉണ്ട് നല്ലൊരു മുന്തിരി വൈനായിട്ട് നോക്കി നോക്കിയേ. ഞാൻ വെറുതെ പറയണ കാര്യമില്ല, അത്രയും അടിപൊളി മുന്തിരി വൈൻ്റെ കളറായിട്ട് എന്തൊരു ഭംഗിയാന്നറിയോ.
ഈ ബ്ലാക്ക് വന്നിട്ട് അത് വേറെ കൊതിയാണ്. പെണ്ണെല്ലാം വർഗം പട്ട് പൊന്നൊക്കെ കണ്ട കൊതിയാവരാ. പിന്നെ പൊന്ന് കാണാനുള്ള യോഗ പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് നാള് BRD കാർ ഷോറൂമിന്റെ അതുകൂടെ പോകുമ്പോൾ ഞാൻ പറയും എനിക്കൊരു കാർ തരുമായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു കാർ എടുത്തിട്ടുണ്ട് നമ്മള്. അതേപോലെ ഇന്ന് ജ്വല്ലറി ആണെങ്കിൽ എന്നാ അതിനുള്ളിൽ കയറി നിറച്ച് സ്വർണ്ണം എടുക്കാൻ ഒരു ഭാഗ്യം തരികയാണ്. അതും തരും. ആ നാവ് കൊണ്ടിട്ട് പണയം വെക്കാൻ വേണ്ട. ഈ നാവ് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പൊ എന്റെ ഒരു ഫുൾ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അയ്യോ ഈ മഞ്ഞൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു ഭംഗിയുള്ള മഞ്ഞ്. പക്ഷെ ഇനി ആരും നോക്കണ്ട, അത് തീർന്നു. ഇപ്പൊ മഞ്ഞ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത്. പക്ഷെ അതൊക്കെ ഇന്നലെ വീഡിയോ ഇടുമ്പോഴേക്കും ചെറുപടാന്ന് വെച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതും ഒക്കെ. പക്ഷെ മഞ്ഞയുടെ വേറെ മോഡലൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അടുത്ത് തന്നെ. അപ്പൊ ഇത്രേ ഉള്ളൂ.